Hello friends, it's me Jovin and welcome to Turbo Jovin. അപ്പോൾ നമ്മൾ ഡ്രീംസ് കാറിലെ മുന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ കുറേ വണ്ടികളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കെല്ലാം ഒറ്റ എപ്പിസോഡിൽ നമുക്ക് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് മിക്കതും 2 എപ്പിസോഡാവും. അപ്പോൾ ഇത് 2ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കയറി നോക്കാം. നല്ല വണ്ടികളുണ്ട്. ഞാനെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15 ഞാൻ എൻ്റെ പേഴ്സണൽ നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് കൈകാലൊക്കെ പിടിച്ചിട്ട്, അങ്ങനെ സത്യത്തിൽ അതാണ് കൈകാലൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രൈസൊക്കെ കുറച്ച് ഒരു ഓഫർ പോലെ എത്തി പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെയുള്ള വണ്ടികളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. നല്ല വണ്ടികളാണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടികളൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഞാൻ നല്ല വണ്ടികളാണ് കൊടുക്കുള്ളൂ. എല്ലാ വണ്ടികളും നല്ലതെന്ന് പറയില്ല. പക്ഷേ ഞാനൊരു വണ്ടി നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് അഷ്യൂർഡ് മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ ഫ്ലഡോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല വണ്ടികളായിരിക്കും തരാം. പിന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സ്ക്രീനിലാണ് നമ്പർ 8184000666 പേഴ്സണൽ നമ്പറാണ്. ഒരു രാവിലെ 10 തൊട്ട് 5:30 വരെയൊക്കെ നിങ്ങൾ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തോളൂ. നല്ല നട്ടുച്ച വെയിലാണ് ഇവിടെ ഉണ്ടാ. സൂര്യഭഗവാൻ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് കിടക്കാണ്ടില്ലേ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം ഓണൊക്കെയാണ്. നല്ല നല്ല കളക്ഷൻസാണ് വരുന്നത്, നല്ല വണ്ടികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചാനലിലേക്ക് ഇറക്കാം, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇറക്കാം. ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു വണ്ടികളുടെ കളക്ഷൻ ഇതിലുണ്ടാവും, നോക്കിക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2ാമത്തെ എപ്പിസോഡിൽ എൻ്റെ വണ്ടി ഫോർഡ് ഫിഗോ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഒരു ഫോർഡ്, ഇത് ഫിഗോ, ഒരു ഫിഗോ എന്ന് തന്നെ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങാം. ഇത് നമ്മുടെ അർണോൾഡ്, നമ്മുടെ സുഹൃത്ത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങല്ലേ. ഇത് 2017 മോഡല് ഫിഗോ ടൈറ്റാനിയം പ്ലസ് 6 എയർ ബാഗ് കാര്യങ്ങളടക്കം വരുന്ന വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് നിൽക്കണു. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ടയറും കണ്ടീഷനും എല്ലാം ഉണ്ട്. അലോയ്സ്, എയർ ബാഗ്, ABS എല്ലാ ഫിറ്റ് ഇത് വരുന്ന ഒരു മോഡലാണ്. ഓക്കെ, ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 3,25,000 രൂപ. ഓക്കെ, 2017 മോഡൽ. 2017 മോഡല്. പിന്നെ നമ്മൾ അത് ടിയാഗോ നല്ലൊരു കിടിലൻ. ഇത് ആക്ച്വലി അഡ്വാൻസ് ആയി നിൽക്കുകയാണ്. ഇത് അഡ്വാൻസ് ആയിക്കണ്ട, സോൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. 22 മോഡൽ വണ്ടിയാണ്. 22 മോഡൽ. വെറും 8,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 8,000 കിലോമീറ്റർ 8,000 ഓടിയിട്ടുള്ളൂ. പുതുത്ത വണ്ടി അല്ലേ? കാണാനും ഒരു വെറൈറ്റി കളർ. ഇപ്പൊ ഇങ്ങനത്തെ കളറാണ്. ഇപ്പൊ 21 തൊട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക മെറ്റാലിക് കളർ ഇവർ ഇറക്കണേ. ഗ്രേ കളർ, റെഡ്. ഇങ്ങനത്തെ റെഡിന് പോയി ഇങ്ങനത്തെ റെഡാക്കി കാണാൻ നല്ല വെറൈറ്റി കളർ. ഇങ്ങനത്തെ കുഞ്ഞു വണ്ടികൾക്കൊക്കെ പല കളേഴ്സ് ആയാലും അതൊക്കെ അങ്ങോട്ട് മാച്ചിങ് ആയിട്ട് കയറി പോകും. പിന്നെ ഒരു ജാസ് എടുക്കണ്ടല്ലേ? ജാസ് എടുക്കുന്നുണ്ട്. 2018 മോഡല് വി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പില് 63,000 കിലോമീറ്റർ ഓടിയേക്കണു. ഫുള്ള് കമ്പനി സർവീസോട് കൂടി നിൽക്കണ വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ പീസ് റീപ്ലേസും ഇല്ല. ഡോർ ഗ്ലാസ് അങ്ങനെ ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെഹിക്കിളാണ്. ഒന്നുമില്ലാത്ത വണ്ടികൾ. നല്ല ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടി വരുന്ന വണ്ടിയാണ് ജാസ്. ഇത് മിക്കതും ഞാൻ തന്നെ എടുക്കും. അത് വേറെ നല്ല നോക്കിക്കോ. ജാസ് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു വണ്ടി, നല്ല ഫിനിഷിംഗ് നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ അപ്പുറത്ത് നമ്മുടെ റേറ്റ് പറയുന്നത് 6,60,000 രൂപ. 6,60,000 അല്ലേ? ഓക്കെ, ഓക്കെ. പിന്നെ 2012 മോഡല് 2012 മോഡല് പോളോ ഡീസല് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഡീസലില് 18 അടുത്തൊക്കെ മൈലേജ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് ഓണറിൽ 92,000 കിലോമീറ്ററിൽ നിൽക്കുന്ന വണ്ടി. ഇത് പോളോ ഡീസലേ കണ്ട, ബ്ലാക്ക് അലോയ് ഒക്കെ വന്നിട്ടുള്ളത്. വീൽ കപ്പ് ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നൈസ് ആയിരിക്കും. കാണാൻ നല്ല സ്പോർട്ടി ആയിട്ടുള്ള വണ്ടി. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആയാലും അടിപൊളിയാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിമേ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഇത്. കണ്ട, ഇതൊക്കെ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നൈസ് ആയിട്ടുണ്ട്. സബ്റ്റിലായിട്ടുള്ള ഒരു ഇത്. ഇതിനെത്ര പ്രൈസ് എന്ന് പറഞ്ഞാൽ? ഇത് 2,75,000. 2,75,000. അത്യാവശ്യം പോളോ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. വൈറ്റും റെഡും ആണ് പോളോയുടെ ഏറ്റവും വലിയൊരു ഡിമാൻഡുള്ള കളർ. ഇതാകുമ്പോൾ കുറച്ച് മൈലേജ് കൂടിയും കിട്ടും. അതെ, പെട്രോൾ ആകുമ്പോൾ ആ കാര്യത്തിൽ കുറച്ച് കോംപ്രമൈസിംഗ് ആണ്. ഡീസൽ ആകുമ്പോൾ പിന്നെ അത് മേടിക്കണ്ട. പിന്നെ നമ്മുടെ 2016 മോഡല് TUV T6 പ്ലസ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ആണ് ഒരു ഇതെല്ലാം. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വണ്ടി നിൽക്കണേ. ഡ്യുവൽ ടോണിലാണ് വണ്ടി വരുന്നത് അല്ലേ? അത് അവര് അടിച്ചതാന്ന് തോന്നുന്നു. T6 പ്ലസിൽ ഒറിജിനൽ ആയിട്ടില്ല, ബ്ലാക്ക് ആക്കിയെന്നാണ് തോന്നുന്നു റൂഫ്. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വണ്ടി. ഇന്റീരിയർ ഒക്കെ ആയാലും 7 സീറ്റർ വെഹിക്കിൾ.
ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 5,40,000 രൂപ. 5,40,000 രൂപ. ബാക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇപ്പോൾ പോലീസുകാർ കുറെ എടുത്തിട്ടുള്ള വണ്ടി. ഇതിന്റെ ഒക്കെ ഓട്ടോമാറ്റിക്കലി റേറ്റിന് കിട്ടും. അബ്യൂസ് ഫ്രണ്ടിലായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതാണ് ഈ വണ്ടികളിൽ. ഇനി ഇതിന്റെ രാജാപുരത്തിനുണ്ട് ദേ എടുക്കണം നമ്മുടെ ഫ്രണ്ടില് ബോലീറോ ഫ്രണ്ടിലേക്ക് ഒന്ന് പിടിക്കാം. ഇത്തിരി വെയിൽ കൊണ്ടുവരും, എന്നാലും പറയാം. 2 മോഡല് വെറും 14,000 കിലോമീറ്റർ ഓടിയ B6. അതെ, 14,000 കിലോമീറ്റർ ഓടിയ പുത്തൻ വണ്ടി പോലെ ഇരിക്കുന്ന വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. വണ്ടി ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷോറൂമിൽ എങ്ങനെ എടുക്കണം അതേ ക്വാളിറ്റിയിൽ നിൽക്കണ വണ്ടിയാണ്. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചാട്ടോ, നല്ല പുതുപുത്തൻ കിട്ടില്ല. ഇത് ഓൾട്ടറേൻ ടയേഴ്സ് ആണ്. കമ്പനി ടയർ 80 ടയറൊക്കെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബോളീറോനെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇന്റീരിയറൊക്കെ ജസ്റ്റ് നോക്കിക്കോ വണ്ടി. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ വെഹിക്കിൾ കേട്ടോ, ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഇതിന് എത്ര പ്രൈസ്? ഇത് 10,50,000 രൂപ. 10,50,000 രൂപയ്ക്ക് കിഡിലും ബൊളീറോ. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നാളെ കോണ്ടാക്ട് ചെയ്തോട്ടെ. മാസങ്ങളായി കുറെ ആൾക്കാർ നോക്കി നടക്കുന്ന സാധനം, ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കണത്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി, പൊന്നോ, വണ്ടി ഒരു സൈസും ഗ്രൗണ്ട് ക്ലിയറൻസും. പജീറോ സ്പോർട്ട്. ഇനിയിപ്പം മറ്റേ പജീറോ SFX കിട്ടിയില്ലെങ്കിൽ ഇതിന്നെ അല്ലേ ഇപ്പൊ ഇത് ഫീച്ചേഴ്സ് ഉള്ളത്. ഇത് 4x2 ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റിൽ 16 മോഡല്. ഇത് 2 വീൽ ഡ്രൈവ് ആണ്. അത് റിയൽ വീൽ ഡ്രൈവ് കൂടി അല്ലേ? ഇതൊക്കെ റിയൽ വീൽ ഡ്രൈവ് വരാം. നമുക്ക് നമ്മുടെ ഒരുവിധം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അപ്റ്റാരയുടെ 82 റോഡ് പെർഫോമൻസിലൊക്കെ ആയാലും അടിപൊളി പെർഫോമൻസ് ഉള്ള വണ്ടി കേട്ടോ. അതായത് കളക്ഷൻ ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ പജീറോ സ്പോർട്ട്. കാണുമ്പോ കൊതിയാവണു. വണ്ടി അതിനുള്ള ലുക്ക് ഉണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് സർവീസ് ചെയ്ത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോണ ഒരു വണ്ടിയാണ്. എഞ്ചിൻ കാര്യങ്ങളൊക്കെ ആയാലും പക്കാ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഇത് റേറ്റ് ചോദിക്കുന്നത് 13,50,000 രൂപ. 13.5 ലക്ഷം രൂപ അല്ലേ? ഓക്കെ. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ജീപ്പിന്റെ കോമ്പസ് എടുക്കുന്നുണ്ട്. കോമ്പസ് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് സെക്കൻഡും ഒരാളിഞ്ഞാണ് കേട്ടോ. ആളും ആളുടെ കമ്പനിയുടെ പേരിൽ നിന്ന് ആളുടെ പേരിലേക്ക് മാറി. അത്ര ഓക്കെ. നല്ല ചുവന്ന കളറില്. ഇതും ഈ വണ്ടിക്ക് അതെ ചുവപ്പ് കളർ നന്നായിട്ട് ചേരുന്നുണ്ട്. ഉള്ളില് ഇന്റീരിയർ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. ജീപ്പ് കോമ്പസ്. ഇത് ട്രയൽ ഹോക്ക് വെർഷൻ അല്ലല്ലോ, നോർമൽ അല്ലേ കോമ്പസ്? അതെ, നോർമൽ വെർഷൻ ആണ്. ലോജിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ലോജിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഡീസൽ വേരിയന്റിൽ വരുന്ന ഒരു വെറൈറ്റി ഒരു ക്രോസ് ഓവർ വേണമെന്നുള്ള ആൾക്കാർക്ക് എപ്പോഴും ജീപ്പിനോട് റാംഗ്ലർ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തൽക്കാലം കോമ്പസ് എടുത്തിട്ട്. കോമ്പസ് അത്യാവശ്യം നല്ല വണ്ടിയാണ്. കോമ്പസ് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സമയത്ത് മേടിച്ച മൂവിംഗ് ഒരു വണ്ടിയാണ് കോമ്പസ്. ഇത് റേറ്റ് ചോദിക്കുന്നത് 12,70,000 രൂപ. 12,70,000 രൂപ. ഓക്കെ. ലോണൊക്കെ അത്യാവശ്യം കയറണം കേട്ടോ. അതുപോലെ തന്നെ കിയയുടെ സെൽട്ടോസ് ഡീസൽ HTK പ്ലസ് വരുന്നത് 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറിൽ നിൽക്കണം. ഇത് റേറ്റ് വരുന്നത് 13,50,000 രൂപ. 13,50,000. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. കമ്പനി സർവീസ് നമ്മൾ അത്ര നോക്കിയാൽ മതി. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഡീസലാണ്. മൈലേജ് ഡീസലുണ്ട്. മൈലേജ് ആണ്. ഇപ്പോഴും കമ്പനി സർവീസിൽ നിൽക്കുന്നു. പിന്നെ ഇതിനെ കുറിച്ച് പറയണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു വണ്ടിയും കൂടിയാണ്. പിന്നെ നമ്മുടെ കോമ്പസ് ഇപ്പൊ റെഡ് കണ്ടതിന്റെ അപ്പുറത്തെ ഒരു വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഉണ്ട്. അതെ, വണ്ടി വരുന്നേ ഉള്ളൂ. വണ്ടികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ വൈറ്റ്, അത് നമ്മൾ റെഡ് ഒരെണ്ണം കണ്ടു. ഇതിപ്പോ നമ്മള് വൈറ്റ്. അതിവിടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു. ഇത് 2017 മോഡല് സെക്കൻഡ് ഓണർ 87,000 കിലോമീറ്റർ ഓടിയേക്കണു. മേജർ സർവീസ് ഒക്കെ ഇപ്പൊ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മേജർ വരും അങ്ങനത്തെ പേടികളൊന്നും വേണ്ട. എല്ലാം കഴിഞ്ഞെടുക്കണം. ഡീസലിൽ നിൽക്കണു. ഇത് റേറ്റ് ചോദിക്കുന്നത് 10,50,000 രൂപ. 10,50,000. അത് 13.50. 12.50. അത് 12.70. 20 മോഡലാണ് അത്. ഇത് 17 മോഡലാണ്. 17 മോഡൽ. 2 ലോജിറ്റ്യൂഡാണ്. ഡീസൽ വേരിയന്റ് ആണ്. 2 കോമ്പസുകൾ നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് നിൽക്കുന്നുണ്ട്. ഷോൾഡർ ടു ഷോൾഡർ. ഏത് വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്ന് റെഡ്, വൈറ്റ്, പിന്നെ മോഡലിന്റെ വ്യത്യാസം കാര്യങ്ങൾ രണ്ടും സെയിം വേരിയന്റ് ആണ്. പിന്നെ നമുക്ക് ഒരു ഡസ്റ്റർ എടുക്കുന്നുണ്ട്. അടിപൊളി 2016 മോഡൽ ഡസ്റ്റർ. സെക്കൻഡ് ഓണറിൽ നിൽക്കണു. 1.12 ഓടിയേക്കണു. ഫുള്ള് കമ്പനി സർവീസിൽ നിൽക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ്. അല്ലേ? ഓക്കെ. ന്യൂ ഷേപ്പ് ആണ്.
വണ്ടി വേറെ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് പക്കാ സർവീസാ. ഇതും അതെ, നല്ല ഈ അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ അലോയിലൊക്കെ സെപ്പറേറ്റ് കയറ്റിയിട്ടുണ്ട്. ടയർ സംഭവങ്ങളൊക്കെ പുതിയ അലോയിൽ കാര്യങ്ങൾ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആലോയിന്റെ വലിപ്പം അലോയുടെ ഒരു ഇതിലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇത് 2 വീൽ ഡ്രൈവ് തന്നെയല്ലേ? 2 വീൽ ഡ്രൈവ്. ഓക്കെ. ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 6,15,000 രൂപ. 6,15 ഒരു വണ്ടി നല്ല രസമായിട്ടുണ്ട് കേട്ടോ, കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഒരു കാലത്ത് ഒരു സെഗ്മെന്റിന്റെ തുടക്കം കുറിച്ച മഹാനാണ് ഇങ്ങനെ പയ്യൊക്കെ എടുക്കുന്നത്. എഞ്ചിന് കാര്യങ്ങൾ മൈലേജ് ഉള്ള എഞ്ചിനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അമേസ് 2018 മുകളിൽ സിംഗിൾ ഓണർ അല്ല സെക്കൻഡ് ഓണർ 85,000 കിലോമീറ്റർ ഓടിയേക്കണു. സെക്കൻഡ് ഓണർ ഉണ്ടല്ലേ? സെക്കൻഡ് ഓണർ 85,000 കിലോമീറ്റർ ഓടിയേക്കണു. കമ്പനി സർവീസ്, ഓട്ടോമാറ്റിക്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ആയാലും ഒരു കുഴപ്പമില്ല, ക്വാളിറ്റി വെഹിക്കിളാണ്. ഓക്കെ. ഇതിന്റെ പ്രൈസ് എത്രയാ? ഇത് 6,80,000 രൂപ. 6,80,000 രൂപ. അതുപോലെ ഒരു 14 CNG പെട്രോൾ വിത്ത് CNG ഉള്ള ഡിസയർ. 85,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടിയാട്ടോ. ഇത് 380 റേറ്റ്. നമ്മൾ 380 വരുന്നു. നല്ല വെയിലാണ് കണ്ട. സൂര്യഭഗവാൻ നട്ടുച്ച ഇതില് നിങ്ങൾ കാണുന്നുണ്ട്, എനിക്ക് കാണുന്നില്ലേ? നല്ല വെയിലായ കാരണം ഞങ്ങൾ ഇവിടെയുള്ള വണ്ടികൾ ഇത്തിരി സ്പീഡിൽ പറയാല്ലേ. ഗ്ലാമർ പോണ്ട. 2008 വരണ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ഡീസൽ, സെക്കൻഡ് ഓണർ ആണ്. ഇതൊരു 180. 180 വേരിയന്റ് ആണ്. അതുപോലെ തന്നെ 19 ഓട്ടോമാറ്റിക്, വാഗണർ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ 97,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസോടുകൂടി നിൽക്കുന്ന വണ്ടി. ഇത് റേറ്റ് ചോദിക്കുന്നത് 4,80,000. അതുപോലെ തന്നെ ഇനിയിപ്പോ ചെറിയൊരു 7 സീറ്റർ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ 2016 മുകളിൽ ഗോ പ്ലസ് 7 സീറ്റർ വെഹിക്കിളാണ്. 55-60 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ, ഫുൾ ഓപ്ഷൻ. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് കാര്യങ്ങൾ നടക്കാനുള്ള ഒരു വണ്ടി. അതെ. ഇതിന്റെ ബാക്കില് 7 സീറ്റ് ഉണ്ട്. അത് ചെറിയ കുട്ടികൾക്ക് മാത്രമാണ് പറ്റുള്ളൂ. ചെറിയ പിള്ളേരൊന്നും. അതെ, നമ്മളിപ്പോ ഇനിയിപ്പോ സാധനങ്ങൾ വെച്ചുകൊണ്ട് പോകണവർക്കും നീട്ടുണ്ട് വണ്ടി. അതെ, അതുണ്ട്, നീട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ പിള്ളേര് മാത്രമാണ് നമ്മുടെ അധികമായിട്ടുള്ളത്. കാശില്ല എന്നുണ്ടെങ്കിൽ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇങ്ങനത്തെ വണ്ടിക്കാണെങ്കിൽ 35 വരണുള്ള ഏകദേശം എത്ര ലോണും കയറും. നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണ്. കാണാൻ ഉള്ളില് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടൊക്കെ നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. ആ കൂടി ഒരു പവറിന്റെ ഒരു പ്രശ്നം മാത്രമാണ് ആൾക്കാർ പറയാറുള്ളത്. വേറെ എല്ലാവരും കയറി പോകുമ്പോഴേ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിനെ കുറിച്ച് ഞാൻ പറയാറില്ല. പിന്നെ ഒരു ഇയോണ്, ഇത് 2012 മുകളിൽ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ട് ഫുള്ള് കമ്പനി സർവീസ് വണ്ടിയാട്ടോ. ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 160 വരുന്നുണ്ട് അല്ലേ? ഇറ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് അല്ലേ? ഇയോൺ. അടുത്തൊരു വണ്ടി 2018 മുകളിൽ വെറും 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡിഗോ ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. 1000 cc ആണ്. 800 cc 1000 cc. കുറച്ചും കൂടി നേരത്തെ പവർ ഷോർട്ടേജ് ഉള്ളത് ഈ വണ്ടിയിൽ ഫീൽ ആവില്ല. ഈ വണ്ടി 800 cc 1000 cc ഉണ്ട്. അതിലിത് 1000 cc ആണ്. ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 2,40,000 രൂപ. 2,40,000 രൂപ. 2 രൂപയുടെ അടുത്തൊക്കെ ലോണ് കയറും കേട്ടോ വണ്ടി. നമുക്ക് ഇനി അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഈ വണ്ടികളുടെ ഒക്കെ പിൻഭാഗം കണ്ട് നമ്മൾ തൃപ്തി അറിയേണ്ടി വരും തോന്നുന്നുണ്ട്. ഇത് 2011 i10 സ്പോർട്സ് സെക്കൻഡ് ഓണറിൽ നിൽക്കണു. 1,86,000 കിലോമീറ്റർ എന്ത് ഓടിയേക്കണം. ഇത് റേറ്റ് വരുന്നത് 180. ഹോണ്ടയുടെ ഗ്രാൻഡ് i10 സ്പോർട്സ്. കൊടുക്കാനുള്ളതല്ല, നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാ. കൊടുക്കാനുള്ള വണ്ടിയല്ല കേട്ടോ, സോറി. നല്ല എക്സോസ്റ്റ് കണ്ട് നോക്കി പോയതാ. ഇത് 2013 മൈക്രോ പെട്രോള് 12 മൈക്രോ പെട്രോള് സെക്കൻഡ് ഓണർ വണ്ടി. റേറ്റ് ചോദിക്കുന്നത് 2 രൂപ. ഇതും കാണാൻ നല്ല രസമുള്ള ഒരു മോഡലാണ്. ഇനിയിപ്പോ ഉള്ളില് കുറച്ച് വണ്ടികളുണ്ട്. ഉള്ളില് കുറച്ചും കൂടി വണ്ടി ഉണ്ട്. നമുക്കത് അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇനി വരുന്നത് 2016 മോഡല് ഫിഗോ, ന്യൂ ഫിഗോ. പെട്രോൾ വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ 58,000 കിലോമീറ്റർ ആകെ ഓടിയിരിക്കുന്ന വണ്ടിയാണ്. ഇത് റേറ്റ് വരുന്നത് 3,65,000 രൂപ. 3,65,000 രൂപയ്ക്ക് ഒരു ഫോർഡ് ഫിഗോ പെട്രോൾ വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പവറാണ് വണ്ടിക്ക്.
ബോഡി വെയിറ്റും കാര്യങ്ങളും എല്ലാം ബോഡി വെയിറ്റ്, ബിൽഡ് ക്വാളിറ്റി ആയാലും ഇതൊക്കെ ആയാലും, പിന്നെ വണ്ടിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. എല്ലാതും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാനും ഒരു ഫോർഡ് ഓണറാണ്. വണ്ടി ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നുപോയി. പിന്നെ ഒരു 24 വെന്യൂ DCT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്, ആകെ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ന്യൂ ഷേപ്പാണ്. ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒരു ക്രെറ്റയുടെ ഫീൽഡിൽ പുതിയത് അവർ ഇറക്കിയേക്കണ മോഡല്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. വണ്ടി ഏകദേശം ഒരു പുത്തൻ വെഹിക്കിൾ എങ്ങനെ ഇരിക്കണോ അതേ ഒരു കണ്ടീഷനുള്ള വണ്ടി. ആകെ 16,000 ഓടി, 24 മുകളിൽ വണ്ടി. 1 വർഷം പഴക്കം. 1 വർഷം DC ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. DCT ഗിയർ ബോക്സ് വരുന്നത്. CVT അല്ല DCT വരുന്നത്. ഇത് റേറ്റ് ചോദിക്കുന്നത് 12,500. 12,500 അല്ലേ? ഷോറൂമിൽ നിന്ന് എടുക്കണ്ട, പകരം അതേ ക്വാളിറ്റിയുള്ള ഒരു വണ്ടി നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടല്ലേ? പിന്നെ കുറെ ആൾക്കാർ സ്വിഫ്റ്റിന്റെ ഒക്കെ ഡിസൈർ ഓട്ടോമാറ്റിക് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ 2016 മുകളിൽ 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ZDA+ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. ഇത് റേറ്റ് പറയുന്നത് 680. മൈലേജ് കാര്യങ്ങളുണ്ടാവും. ടോപ്പ് എൻഡ് ആയതുകൊണ്ട് അലോയ്സ്, മിറർ ഫോൾഡിങ്, പവർ വിൻഡോ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്യാബിൻ, ബീജ് കളർ, സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഇത് കൊള്ളാലോ കണ്ടിട്ട്. ഇത് 2017 മുകളിൽ സിംഗിൾ ഓണർ, 1,80,000 കിലോമീറ്റർ ഓടിയേക്കണു. വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. 85 എഞ്ചിനിൽ നിൽക്കണത്. 85 എഞ്ചിനാ. മൈലേജ് കൂടുതലുള്ള എഞ്ചിൻ ടൈപ്പ്. RXZ ലിമിറ്റഡ് എഡിഷൻ, സ്റ്റെപ്പ് എഡിഷൻ ആണ് കേട്ടോ വണ്ടി. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ടയറും കാര്യങ്ങളും ബാക്കിൽ വരെ AC എല്ലാ ഫീച്ചേഴ്സും വേണ്ട. ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 5,70,000 രൂപ. 5,20,000 രൂപ അല്ലേ? ഇത് മാനുവൽ അല്ലേ? ഇത് മാനുവലി, ഡീസൽ മാനുവൽ 85. ഏകദേശം ഒരു 18ന്റെ അടുത്തൊക്കെ മൈലേജ് കിട്ടണം. അലോയ്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഏറ്റവും ടോപ്പിന്റെ. പിന്നെ ഇതേ ഒരു കേരള ഇന്നോവ, ഓണർ 2012 മുകളിൽ 1.5 ലക്ഷം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണ വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നീറ്റ് വണ്ടിയാ. ക്യാപ്റ്റൻ സീറ്റ് അല്ലേ ഉള്ളില്? ക്യാപ്റ്റൻ സീറ്റ്. സീറ്റ് കവറൊക്കെ പുതിയത് സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. ഡാഷിൽ അടിച്ചിട്ടുണ്ട്. ഒരു ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഡാഷൊക്കെ നോക്കിയാൽ കാണാം. ക്യാപ്റ്റൻ സീറ്റ് വരുന്നത് നൈസായിട്ടുണ്ട്. ബാക്ക് സീറ്റ് പിന്നെ പൊതിച്ചിരിക്കണം. ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ 12 മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കണം. 1.5 ലക്ഷം കിലോമീറ്റർ ഓടി ഇന്നോവ. ഇത് റേറ്റ് പറയുന്നത് 850. 850. അതുപോലെ തന്നെ ഒരു സാൻഡ്രോ 2011 മുകളിൽ, അല്ല 2008 മുകളിൽ. 2008 മോഡല്. നിങ്ങൾ തന്നെ അത് ക്ലീൻ ആക്കി വെക്കണത് കാണാൻ നല്ല ചെല്ലുണ്ടില്ല. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണ, വേറെ ആരും ആരും ഓടിച്ചിട്ടില്ല. ആ ഒറ്റ ഓണറിൽ നിൽക്കണ ഒരു വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്റീരിയർ അടക്കമായാലും വളരെ നീറ്റാണ്. ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 1,25. 1,25 അല്ലേ? ഓക്കെ. വണ്ടി നല്ല നീറ്റായിട്ട് നോക്കിയിട്ടുണ്ട്. 28 വരെ പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കിപ്പോ ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഇപ്പൊ അടുത്ത് വരുന്നൊന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് എടുക്കാൻ വേണ്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ സാൻഡ്രോ എടുക്കുന്നുണ്ട്. എൻ്റെ അമ്മയിപ്പിനും സാൻഡ്രോണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു വണ്ടി. അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞങ്ങളൊരു വീട്ടിലേക്ക് ഒരു വണ്ടി എന്നുള്ളതിൽ അടുത്താണ്. അതുപോലെ തന്നെ 2011 സെപ്റ്റംബർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന i10 ഓട്ടോമാറ്റിക്. 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നീറ്റ് വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്കൂട്ടി ലുക്കിൽ നിൽക്കുന്നത്. സ്കൂട്ടി അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ എത്ര പ്രൈസ്? ഇത് 2,75,000 രൂപ. 2,75,000 രൂപ അല്ലേ? ഓക്കെ. ഇത്രയാണ് നമ്മുടെ വണ്ടികൾ വരുന്നത്. പിന്നെ i20 ടെസ്റ്റ് കഴിഞ്ഞ i20 2009 മോഡല്. 29 വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർ 1,27,000 കിലോമീറ്ററിൽ നിൽക്കുന്നു. ആസ്റ്റ എന്ന് പറഞ്ഞ ഏറ്റവും ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ കേട്ടോ. ആസ്റ്റയിലെ ഏറ്റവും ടോപ്പിന്റെ ഓപ്ഷൻ അത്. ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വേറെ റീപ്ലേസ് ഒന്നുമില്ല വണ്ടി. പ്രൈസ്? ഇത് 2,25,000 രൂപ. 2,25,000 രൂപ. 29 വരെ പേപ്പർ ഉണ്ട്. ഇനിയിപ്പോ നമ്മുടെ അപ്പുറത്തൊരു ഹോണ്ട അല്ല, വോക്സ്വാഗൻ ജെറ്റ. വോക്സ്വാഗൻ ജെറ്റ അല്ലേ? ഓക്കെ.
ഡീസൽ നമ്മൾ കഴിഞ്ഞ ഇതിൽ കാണിച്ചു ഇല്ല വന്നേക്കണ വണ്ടി. ഓക്കെ. ഇത് 2011 മുതൽ 12 രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുള്ള് കമ്പനി സർവീസിൽ നിൽക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വോക്സ്വാഗൻ ജെറ്റ. പെർഫോമൻസിന്റെ മൈലേജ് ഉണ്ട്. വോക്സ്വാഗൻ പ്രീമിയം ലെവലിലുള്ള ഒരു വണ്ടി കേട്ടോ. ഒരു പ്രീമിയം സെഡാൻ നിങ്ങൾ നോക്കിയാൽ മതി. ആ റേഞ്ച് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ഫുള്ള് കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഫുള്ള് കമ്പനി സ്റ്ററുള്ള വണ്ടിയാണ്. ഇത് എത്ര? 4,50,000. എത്ര? 4,50,000. 4.5 ലക്ഷം. ഓക്കെ. അപ്പോൾ ബാക്കി ജാസ് നമ്മൾ കാണിച്ചു. ജാസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡ്രീംസിൽ നമ്മൾ ആഗസ്റ്റ് 2025 മാസം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറൊക്കെ ചെറുതായിട്ട് പ്രൈസൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ 8184000666 എൻ്റെ പേഴ്സണൽ നമ്പറാണ്. രാവിലെ ഒരു 10 മണി തൊട്ട് 5-5:30 വരെയൊക്കെ നിങ്ങൾക്ക് വിളിക്കുക. അതിലും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അവൈലബിൾ വെച്ചാൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി കാണിക്കുക, വണ്ടിയുടെ ഡീറ്റെയിൽസ് പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വണ്ടിയിൽ ഇൻറ്റീരിയറോ ബോണറ്റ് തുറന്ന് കാണിക്കുകയോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓരോ വണ്ടി ഇത്രയധികം വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രയധികം വണ്ടി കൂടും. അതെ. ഇതൊക്കെ കാണിച്ചു വരികയാണെങ്കിൽ അത് ഒരുപാട് നീളും. നിങ്ങളൊക്കെ അത് കാണും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ വണ്ടിയാണ് താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫോട്ടോസ്, വീഡിയോസ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ ജോവിൻ സൈനിങ് ഓഫ്.